കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള കാടുകളാണിത്, വെറും മരങ്ങളല്ല. കാട്ടുകള്ളന്മാരുടെ വെറും കാടല്ലാലോ ഇത്, ചന്ദനക്കാടല്ലേ. ഇതൊക്കെ 2 ഗ്രാം 1000. ഇത് നമ്മളെ നിങ്ങളൊക്കെ മണക്കുന്നുണ്ട് സാധനം. ഇത് 1000 രൂപ 2 മില്ലി. ഇത് പിന്നെ മൈസൂര് 300 രൂപ. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് മറയൂരിലേക്കാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് നിന്ന് പൊള്ളാച്ചി വഴിയാണ് മറയൂരിലേക്ക് പോകുന്നത്. മറയൂർ എത്തുന്നതിൻ്റെ മുമ്പേ ഒരു ഫോറസ്റ്റിലൂടെയാണ് ഇപ്പോൾ വണ്ടി പോകുന്നത് കേട്ടോ. സമയം ഏകദേശം രാവിലെ 7 മണിയാണ്. ഇപ്പം ഈ ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മുതുമല ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റാം. അതുപോലെ തന്നെയുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് ഇത്. പിന്നെ മറയൂരിനെ പറ്റിയിട്ട് അറിയാലോ, കേരളത്തിൻ്റെ ചന്ദനക്കാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മറയൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറയൂർ ശർക്കര അതുണ്ടാക്കുന്ന യൂണിറ്റുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മറയൂർ എന്ന് പറയുന്നത്. രാവിലെ 8 മണിയായപ്പോൾ ഞങ്ങൾ മറയൂരിലെത്തിയിട്ടോ. എത്തിക്കഴിഞ്ഞപ്പോൾ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അത്യാവശ്യം നല്ല തണുപ്പും ആ ഒരു സമയത്ത് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാന്തല്ലൂരിലേക്ക് ഏകദേശം 14 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഈ കാണുന്നതാണ് മറയൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ കടകളൊക്കെ ഏകദേശം തുറന്നു വരുന്ന സമയമാവുന്നതേ ഉള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ മറയൂർ ശർക്കര. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മറയൂരിൽ നിന്നും മൂന്നാർ റോഡിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്കിവിടെ കുറച്ചെന്നല്ല ഒരുപാട് ചന്ദനമരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മറയൂർ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഒറിജിനൽ നല്ല ലക്ഷങ്ങൾ വിലയുള്ള ചന്ദനത്തൈലം ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് വാങ്ങുവാൻ വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഈ മറയൂരിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ചന്ദനക്കാടുകളിൽ കൂടിയാണ് നമ്മുടെ യാത്ര. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള കാടുകളാണിത്, വെറും മരങ്ങളല്ല. ഇങ്ങനെ അത് കമ്പിവേലി കെട്ടി സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണല്ലേ. അടിപൊളി വ്യൂ ആണ്. വെറും കാടല്ലാലോ ഇത്, ചന്ദനക്കാടല്ലേ. ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചകളാണ്. ഈ മരങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ വേണം കാണാം, പക്ഷേ ചന്ദനക്കാട് എന്ന് പറഞ്ഞാലേ ചന്ദനത്തിന്റെ മണം. അതെ, തീർച്ചയായിട്ടും ചന്ദനത്തിന്റെ മണം നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മളെ ശരിക്കും ഇവിടുത്തെ ജനങ്ങളൊക്കെ എനിക്ക് വന്നപ്പോഴത്തെ ഒരു ആയുസ് കൂടുതലുണ്ടാവും. കാരണം അവർ ശ്വസിക്കുന്നത് വായു ഉണ്ടല്ലോ, ഇത്രയും മൂല്യമുള്ള കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വായു അവർ ശ്വസിക്കുന്നത്. സാധാരണ ഇല്ലല്ല, നമ്മളെ ഇല്ല നഗരങ്ങളിലൊക്കെ പൊല്യൂഷൻ അല്ലേ, കാർബൺ മറ്റേതൊക്കെയാണല്ലോ. ഇവിടത്തേക്ക് വായു എത്ര ശുദ്ധമായ വായു ആയിരിക്കും. ഇനി ഞങ്ങൾ രണ്ടാമതായിട്ട് പോകാൻ പോകുന്നത് കാന്തല്ലൂരിലുള്ള എക്കോ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇതാ കാന്തല്ലൂരിലും മറയൂരിലൊക്കെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാന്തല്ലൂരിലെ വനശ്രീ എക്കോ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തിട്ട് ആയിട്ട് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ രാജീവ് ഗാന്ധി ചിൽഡ്രൻസ് പാർക്ക്. ഇതാണ് വനശ്രീ എക്കോ ഷോപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് നമുക്ക് കയറി നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ ഒന്ന് കാണാം. ഇത് എത്ര? 5 ഗ്രാം 2500. 2 ഗ്രാം 1000. ഇത് നമ്മളെ ഇതെത്ര വലുതിന് എത്ര? 2500. ഇത് എത്ര മില്ലിയ? 5 ഗ്രാം 2500 രൂപ അല്ലേ? ശരിക്കും നമ്മൾ ഈ ചന്ദനത്തൈലത്തിൻ്റെ വില കേട്ട് ഞെട്ടിപ്പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 1 ഗ്രാമിന് 500 രൂപയാണ് വില. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1 കിലോ ചന്ദനത്തൈലത്തിന് 5 ലക്ഷം രൂപയാണ് വില ഉള്ളത്. അപ്പം ഇവിടെ ഉള്ള ബോട്ടിൽ എന്ന് പറയുന്നത് 5 ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെയാണ് 2500 രൂപയൊക്കെയാണ് അതിൻ്റെ വില വരുന്നത്. അതുകൂടാതെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചന്ദനത്തിൻ്റെ മറ്റു വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്കോ ഷോപ്പിലുണ്ട് കേട്ടോ. ചന്ദനത്തിൻ്റെ മാത്രമല്ല, സോപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റം ഈ ഒരു
എക്കോ ഷോപ്പിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ മറയൂർ ഒറിജിനൽ ശർക്കര കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു എക്കോ ഷോപ്പിൽ തന്നെ വാങ്ങാൻ വേണ്ടി പറ്റും. അല്ല അത് 1000-ന്റെ പകുതി ആക്കിയിട്ട് കിട്ടൂല അല്ലേ? വേറൊരു കുപ്പിയിൽ പുൽത്തൈലല്ലേ? ഇത് മതി, 2 തുള്ളി ഇട്ടിച്ചാൽ മതി. ഇത് ഇതെന്തിനു ഉപയോഗിക്കുന്ന പുൽത്തൈല? ഫ്ലോർ ക്ലീൻ ചെയ്യാൻ. ഇത് എത്ര രൂപ? നമ്മൾ ഈ ഒരു 3 ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് 1000 റുപ്യ 2 മില്ലി. ഇത് പിന്നെ മൈസൂർ ഐറ്റം 300 രൂപ. ഇത് പിന്നെ ഫ്ലോർ ക്ലീനർ ആണ് 250 പുൽത്തൈലം. പുൽത്തൈലം. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവം കേട്ടോ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത്. ഇത് എത്ര സംഭവം കുഴപ്പമില്ല കേട്ടോ. സംഭവം സൂപ്പറാണോ? മണം നിന്നാ മതി. 4 മണിക്കൂർ കിട്ട്.